നല്ല മഴയാണല്ലോ. ആവി പറക്കുന്ന അടിപൊളി മോമോസ് കഴിച്ചാലോ? സിക്കിം യാത്രയിലാണ് ഞങ്ങൾ മോമോസ് പ്രിയരായത്. അവിടെ ഏതു നേരവും ആളുകൾ നല്ല എരിവുള്ള ചെറി പെപ്പർ ചട്നിക്കൊപ്പം മോമോസ് തട്ടിവിടുന്നു. നമുക്കിന്ന് എളുപ്പത്തിൽ മോമോസ് ഉണ്ടാക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ 1/2 കപ്പിൽ താഴെ വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും അല്പം എണ്ണയും ചേർത്ത് മാവ് കുഴയ്ക്കണം. 5 മിനിറ്റ് അടിയും ഇടിയുമൊക്കെ കൊടുത്ത് മര്യാദക്കാരനാവാൻ 1 മണിക്കൂർ മാറ്റിയിരുത്താം. ഇനി നമുക്ക് ഫില്ലിങ്ങിനായി അല്പം ഇഞ്ചി, വെളുത്തുള്ളി, 1 സവാള, 1 ക്യാരറ്റ്, ചെറിയ കാബേജിൻ്റെ പകുതിയും ചെറുതായി അരിഞ്ഞെടുക്കണം. ചട്ടിയിൽ അല്പം എണ്ണയൊഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എരിവിന് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിൽ ചാട്ട് മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കണം. ക്യാരറ്റും കാബേജും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ വെണ്ണയും ഇട്ട് 2-3 മിനിറ്റ് മാത്രം ഇളക്കി തീ അണയ്ക്കണം. ഇത് അധികം ഡ്രൈ ആകരുത്. 1 മണിക്കൂറായി മൂലയിലിരിക്കുന്ന മാവിനെ നമുക്ക് 5 മിനിറ്റ് കൂടി കൈകാര്യം ചെയ്യണം. റോസാപ്പൂവിൻ്റെ ഷേപ്പിലുള്ള മോമോസ് ഉണ്ടാക്കാൻ മാവ് നല്ലപോലെ പരത്തി 3 സൈസിൽ കട്ട് ചെയ്തെടുക്കണം. മൂന്നിനെയും അടുക്കി വെച്ച് ഫില്ലിംഗ് നിറച്ച് മടക്കി ചുരുട്ടിയെടുത്താൽ റോസാപ്പൂവായി. ഇനി സാദാ മോമോസിന് ചെറിയ പൂരിയുടെ വലിപ്പത്തിൽ അരിക് കട്ടി കുറച്ച് പരത്തിയെടുക്കണം. ഇതിൽ ഫില്ലിംഗ് വെച്ച് 2ആയി മടക്കി അരിക് അമർത്തി ഞൊറിഞ്ഞ് ഒന്ന് വളച്ചു വെച്ചാൽ ക്ലാസിക് മോമോസ് ഷേപ്പായി. ഇതിനെ ഇഡ്ഡലിത്തട്ടിൽ വെച്ച് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. അടുത്ത ബാച്ചും പാകമായി. ഹെൽത്തി യമ്മി വെജ് മോമോസ് റെഡി. വല്യമ്മയുടെ അഭിപ്രായം കേൾക്കാം. ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും റോസ് മോമോസിന് പിടിവലിയായി. നിങ്ങളും ഉണ്ടാക്കുമല്ലോ. ബൈ.